ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള ചരിത്രത്തിന് നമ്മളെ സഹായിക്കുന്ന പഠന സാമഗ്രികൾ അല്ലെങ്കിൽ കേരള ചരിത്രത്തിന്റെ ഉറവിടങ്ങൾ എന്നുള്ള ഭാഗത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് വരുന്നത്. അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും പുരാവസ്തു സാമഗ്രികൾ എങ്ങനെയാണ് നമ്മുടെ കേരള ചരിത്ര പഠനത്തെ സഹായിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം വിഭാഗം അല്ലെങ്കിൽ ഏരിയയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂന്ന്, അതിന് അതിനുള്ള ചരിത്ര മൂല്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് മഹാശിലാവശിഷ്ടങ്ങളുടെ കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് കുടക്കല്ല്, തൊപ്പിക്കല്ല്, ശവക്കല്ലറകള് ഇതെല്ലാം ഇതിനകത്ത് ഈ ഒരു കാറ്റഗറിയിൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ട് എവിടുന്നൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? അഞ്ചനാട് താഴ്വര, തൃശ്ശൂര്, എയ്യാല്, എടക്കല് തുടങ്ങിയ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിൽ നിന്നാണ് മഹാശിലാവശിഷ്ടങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചുള്ളത്. അതില് എന്താണ് ഇതിന്റെ ഒരു മൂല്യം എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ, മലമ്പണ്ടാരം അല്ലെങ്കിൽ കാട സംസ്കാരം കേരളത്തിൽ ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യവാസം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന സാംസ്കാരികമായിട്ടുള്ള രീതികളാണ് നമുക്ക് ഈ ഒരു പ്രധാനപ്പെട്ട വർക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രണ്ട്, നമുക്ക് നോക്കാനുള്ളത് റോക്കറ്റ് ക്ഷേത്രങ്ങളാണ്. പാറ തുരന്നുണ്ടാക്കിയ ക്ഷേത്രങ്ങൾ 8 മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഇങ്ങനെ പാറ തുരന്നുള്ള ക്ഷേത്ര നിർമ്മാണ ശൈലി പ്രകടമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വിഴിഞ്ഞം, മടവൂർ പാറ, കോട്ടുകല്ല്, തൃക്കാക്കുടി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ, റോക്കറ്റ് ക്ഷേത്രങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണങ്ങളായിട്ട് പറയാൻ സാധിക്കും. ബൗദ്ധ, ജൈന, കേരള അതുപോലെ പല്ലവ ആർക്കിടെക്ചറിന്റെ അല്ലെങ്കിൽ നിർമ്മാണ രീതികളുടെ പ്രഭാവം നമുക്ക് ഈ വർക്കുകളിൽ കാണാനായിട്ട് സാധിക്കും. അടുത്തത് ജൈന ബുദ്ധ വിഗ്രഹങ്ങളാണ്. ജൈന ബുദ്ധ വിഗ്രഹങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും കിട്ടിയിട്ടുള്ള സ്ഥലങ്ങള് പെരുമ്പാവൂര് കല്ലിൽ ഗുഹ, അതുപോലെ തന്നെ ബംഗ മഞ്ചേശ്വരം, കരുമാടി, മാവേലിക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ജൈന ബുദ്ധ വിഗ്രഹങ്ങളെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇപ്പൊ ബുദ്ധമത കാലഘട്ടത്തെ പറ്റി ഉള്ള പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് ഈ പ്രദേശങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും ശ്രീലങ്കയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള മഹാശില അല്ലെങ്കിൽ അവിടെ കണ്ടെത്തിയിട്ടുള്ള ബുദ്ധജൈന ക്ഷേത്രങ്ങൾക്ക് തുല്യമായിട്ട് ആണ് നമുക്ക് അതേ കാലയളവിലാണ് ഇവിടെയും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിൽ തന്നെ ഉയർന്നു വന്ന കേരളീയ ശൈലി ക്ഷേത്രങ്ങളെ പറ്റിയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതില് തിരുവണ്ടൂര്, തൃക്കൊടിത്താനം, തൃക്കാക്കര, ഗുരുവായൂർ തുടങ്ങിയ ക്ഷേത്രങ്ങളാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന്റെ ഒരു ചരിത്ര മൂല്യത്തിലേക്ക് വരുവാണെങ്കിൽ ദാരുശില്പങ്ങള്, അതുപോലെ അത് കൊത്തിയിരിക്കുന്ന രീതി, കൊത്തുപണി വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ചുവർ ചിത്രങ്ങള് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏകദേശം 9-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഈ കേരള രീതിയിലുള്ള വാസ്തുവിദ്യ നമുക്ക് ഈ സ്ഥലങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ദ്രാവിഡ ശൈലി ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ തിരുവല്ല പരശുരാമ ക്ഷേത്രം. ഇതൊക്കെ ഇതിന്റെ ഒരു മൂല്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആദ്യ കാല ചോള ശൈലിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഇവയിൽ. മറ്റൊന്ന് മുസ്ലിം, ക്രൈസ്തവ, ജൂത ദേവാലയങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പാലയൂര്, പള്ളിപ്പുറം, മാടായി, മുളന്തുരുത്തി, മട്ടാഞ്ചേരി സിനഗോഗ്. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന, ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ദേവാലയങ്ങളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വൈദേശിക വാസ്തുവിദ്യയുടെ സ്വാധീനം നമുക്ക് ഈ പ്രദേശങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം
ഈ കാലയളവിൽ ഒരു നിലനിന്നിരുന്ന ഒരു മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് പ്രധാനമായിട്ടും നമുക്ക് ചുവർ ചിത്രങ്ങളാണ്. ചുവർ ചിത്രങ്ങളും അതുപോലെ തന്നെ ദാരു ശില്പങ്ങളും പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആറന്മുള, ഉദയനാപുരം, വൈക്കം, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം തുടങ്ങിയിടങ്ങളിലാണ് നമുക്ക് ചുവർ ചിത്രം പ്രധാനമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. പൗരാണിക കഥകളാണ് ഇവിടെ ഭിത്തിയിൽ ചുവർ ചിത്രങ്ങളായിട്ട് വരച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ പുരാവസ്തു രേഖകളിൽ നമുക്ക് പിന്നെയും പോകാനായിട്ട് ഉള്ളത് പാലസുകൾ അല്ലെങ്കിൽ കൊട്ടാരങ്ങളിലേക്ക്. പത്മനാഭപുരം കൊട്ടാരം കേരള വിദ്യാശൈലിയുടെ ഒരു ഉജ്ജ്വല മാതൃകയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് ചുവർ ചിത്രങ്ങളും ഒക്കെ ഈ പാലസുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. മട്ടാഞ്ചേരിയില് ഡച്ച് കൊട്ടാരം പണി കഴിപ്പിക്കപ്പെട്ടു അല്ലെ. 1555 ഡച്ച് കൊട്ടാരം എന്ത് ചെയ്യുന്നത്, പണി കഴിപ്പിക്കപ്പെടുന്നത്. 45ഓളം ചിത്രങ്ങൾ അല്ലെങ്കിൽ രാമായണത്തിൽ പറഞ്ഞിട്ടുള്ള 45ഓളം വ്യത്യസ്ത ചിത്രങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കേരളീയ യൂറോപ്യൻ ശൈലിയുടെ ഒരു സംയോജനം നമുക്ക് ഈ മട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. മറ്റൊന്ന് കൃഷ്ണപുരം കൊട്ടാരമാണ്. ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്ന വളരെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചുവർ ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 154 സ്ക്വയർ ഫീറ്റ് ആണ് ആ ചിത്രം ഉള്ളത്. അടുത്തത് പാലസുകളിൽ അല്ലെങ്കിൽ പുരാവസ്തു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് കേരളത്തിലെ പലയിടങ്ങളിലായിട്ട് കാണപ്പെടുന്ന കോട്ടകളാണ്. അപ്പൊ അവിടെ കോട്ടകൾ നിർമ്മിക്കപ്പെട്ട കാലം അല്ലെങ്കിൽ നിർമ്മിച്ചത് ആരാണ്, അതിന്റെ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ ആയക്കോട്ട എന്നറിയപ്പെടുന്ന കോട്ട 1503 പോർച്ചുഗീസുകാരാണ് പണി കഴിപ്പിച്ചത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ യൂറോപ്യൻ കോട്ടയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. മറ്റൊന്ന് അഞ്ചുതെങ്ങ് കോട്ടയാണ്. 1695 ഇംഗ്ലീഷുകാരാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ചതുരാകൃതിയിലുള്ള പണി കഴിപ്പിക്കപ്പെട്ട ഒരു കോട്ടയാണ്. ശക്തമായിട്ടുള്ള ഭിത്തികൾ അല്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള ബലത്തിലാണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ബേക്കൽ കോട്ടയിലേക്ക് വരുവാണെങ്കിൽ 17-ാം നൂറ്റാണ്ടിൽ ശിവപ്പ നായകനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബേക്കൽ കോട്ട നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായിട്ട് പരിഗണിക്കുന്ന കോട്ടയും ബേക്കൽ കോട്ടയാണ്. പാലക്കാട് കോട്ടയുണ്ട്. 1766 ഹൈദരാലിയാണ് ഈ കോട്ട നിർമ്മിച്ചത്. ശക്തമേറിയ ഭിത്തികൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആകൃതി പറയുകയാണെങ്കിൽ ഒരു ചതുരശ്ര ഘടന നമുക്ക് അല്ലെങ്കിൽ ചതുരാകൃതിയിലുള്ള ഒരു ഘടന നമുക്ക് ഇതിനുള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തലശ്ശേരി, കണ്ണൂർ, കുമ്പള, ഹോസ്ദുർഗ് ഫോർട്ടുകളാണ് മറ്റ് ഫോർട്ടുകൾ. തലശ്ശേരി ഫോർട്ട് നമുക്കറിയാം ഇംഗ്ലീഷുകാർ നിർമ്മിച്ചാണ്. അതുപോലെ കണ്ണൂര്, കുമ്പള ഫോർട്ടുകളും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഇംഗ്ലീഷുകാരാണ്. ഹോസ്ദുർഗ് ഫോർട്ട് നിർമ്മിക്കുന്നത് നായ്ക്കുകളാണ്, ബെഡ്നൂർ നായ്ക്കളാണ്. ചെങ്കല്ലും അതുപോലെ തന്നെ സായുധമായിട്ടുള്ള കവാടങ്ങളും ഒക്കെ ആയിരുന്നു ഈ കോട്ടകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട ചില പുരാവസ്തു സംബന്ധമായിട്ടുള്ള സൈറ്റുകൾ ഏതൊക്കെയാണ് എന്നും കൂടെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. ചേരമാൻ പറമ്പാണ്, അതുപോലെ തിരുവഞ്ചിക്കുളം. ഈ പ്രദേശങ്ങളുടെ പ്രത്യേകത എന്താണ്? ആദ്യ ചേര ഭരണകേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ചേരമാൻ പറമ്പ് അല്ലെ. 1000-ലധികം അവശിഷ്ടങ്ങൾ നമുക്ക് ഈ സ്ഥലങ്ങളിൽ നിന്നായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തൃക്കണ്ണാമതിലകം കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പുരാതന ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിട്ടാണ് കരുതപ്പെടുന്നത്. കരിക്കോട്, കാരൂപ്പടന്ന തുടങ്ങിയ സ്ഥലങ്ങൾ 1-ാം ചേര സാമ്രാജ്യത്തിന്റെ രാജധാനിയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. കാപ്പാടുപുറം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. 1498 കോഴിക്കോട് വാസ്കോഡി ഗാമയുടെ നേതൃത്വത്തില് പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ കാലൂത്തിയ സ്ഥലമാണത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സൈറ്റുകളും കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കാനായിട്ടുള്ളത്. മറ്റ് ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ ഇതിനെ തുടർന്നുള്ള ടോപ്പിക്കുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.